ചോദിച്ചോ? നിന്നോട് ഞാനൊന്നും ചോദിച്ചിട്ടില്ല. ചോദിക്കാത്ത കാര്യത്തിന് നീ കാര്യം അഭിപ്രായം പറയണ്ട. അല്ല സൈന, പാത്തുമ്മ എവിടെ? ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. ഇച്ചു പറഞ്ഞ ശരിയാണല്ലോടി. ഈ അമ്മച്ചിയുടെ പോയി കിടക്കുക. പാത്തുമ്മ അതെ ആ തേയിലത്തോട്ടത്തിലേക്ക് ഇറങ്ങിപ്പോയിട്ടുണ്ട്. ഈ അമ്മച്ചിക്ക് എന്തിന്റെ കേടാ അവിടെ ഒറ്റയ്ക്ക് പോകാൻ? വല്ല അട്ടയോ പഴുതാരയോ ഉണ്ടാവില്ലേ? ആസ്വദിച്ചോട്ടടി, വല്ലപ്പോഴൊക്കെയല്ലേ നമ്മളൊക്കെ പുറത്തേക്ക് വരുന്നത്. സൈന, എടി സൈന, ഉമ്മച്ചിയല്ലേ വിളിക്കണത്? എന്തുമ്മച്ചിയെ, നിങ്ങൾ എവിടെയുള്ളത്? ഇങ്ങോട്ട് വരി, ഞങ്ങളെല്ലാം ഇവിടെ തന്നെയുണ്ട്. എടി സൈന, ഇജ്ജിത് കണ്ടോ? എന്തോന്നത് ഉമ്മച്ചിയെ, നിങ്ങൾ ഇങ്ങോട്ട് വാ. അത് ശരി, നിങ്ങളൊക്കെ ഇവിടെ നിന്ന് സൊറ പറയാ? നമ്മളെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്ന് സൊറ പറയാനാണോ? ഇവിടെ എന്തോരം കാഴ്ചകളുണ്ട്, അതൊക്കെ കണ്ടൂടെ നിങ്ങൾക്ക്? എന്റെ പാത്തുമ്മ, ഞങ്ങളും കാഴ്ചകളൊക്കെ കാണുക തന്നെയാണ്. ഇജ്ജൊന്ന് താഴോട്ടേക്ക് നോക്കണ്ട ഇവളെ, എന്തോരം തേയിലത്തോട്ടങ്ങൾ ഇവിടെ ഉള്ളത്. അത് മാത്രല്ല, ഞമ്മക്ക് നമ്മളെ പുതപ്പിങ് എടുക്കാമായിരുന്നു. പുതപ്പോ? അതെന്തിനാ പാത്തുമ്മ? തണുത്തിട്ട് വയ്യടി. പുതപ്പിങ് എടുത്തിരുന്നെങ്കിൽ ഇവിടുന്നൊക്കെ പുതച്ച് നടക്കാമല്ലോ. എന്റെ ഉമ്മച്ചേ, നിങ്ങൾ എന്തൊക്കെയായി പറയണത്? ദൂരൊക്കെ വരുമ്പോ ആരെങ്കിലും തണുക്കുന്നുണ്ടെങ്കിൽ പുതപ്പ് പുതക്കുമോ? അതിന് നമ്മൾ സെറ്ററല്ലേ ഇടേണ്ടത്. എന്തോന്ന് സെറ്ററോ? അതെന്ത് കുന്താടി? അത് നമ്മൾ തണുക്കുമ്പോ ഇടുന്ന കോട്ടാണ് ഉമ്മച്ചേ. അല്ലാതെ ഇവിടെ നിന്നും ആരും പുതപ്പും പൊളിച്ച് നടക്കത്തില്ല. ഹോ, എന്ത് കുന്താണേലൊന്നും വേണ്ടിയിരുന്നില്ല, അതിങ്ങ് എടുക്കാമായിരുന്നു. ഞമ്മക്ക് തണുത്തിട്ട് പല്ലുകളൊക്കെ ഇക്കിളിയാവണോ. എടി കാമലെ, എങ്കിൽ നമുക്ക് അടുത്ത സ്പോട്ടിലേക്ക് പോയാലോ? കുട്ടികളോട് ഇങ്ങോട്ടേക്ക് വരാൻ പറ. മക്കളെ, മതി ഇവിടുത്തെ കാഴ്ചകൾ കണ്ടത്, ഇനി നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം. അയ്യോ അമ്മ, പോകല്ലേ, ഞങ്ങളൊന്നും ഇവിടെ കണ്ടു കഴിഞ്ഞില്ല. ഇവിടെ ഇത്ര കാഴ്ചകളല്ലേ കാണാനുള്ളൂ. നമുക്ക് ഇനിയും കുറേ സ്ഥലങ്ങൾ കാണാനുണ്ട്. ഓരോ സ്ഥലത്തും പോയി കാണേണ്ടതല്ലേ? ഇവിടെ തന്നെ നിന്നാലേ അതൊന്നും കാണത്തുണ്ടാവില്ല. അമ്മ ഞങ്ങളുടെ ഒന്നും ഫോട്ടോ എടുത്തില്ലല്ലോ. ഞങ്ങൾക്ക് തേയിലത്തോട്ടത്തിൽ നിന്ന് ഫോട്ടോ എടുക്കണമായിരുന്നു. അതെ, എന്നിട്ട് വേണം എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി ഇടാൻ. ഏത് ഗ്രാമത്തിൽ പോകാൻ? അയ്യോ ഉമ്മച്ചേ, ഗ്രാമത്തിൽ പോകുന്ന കാര്യമല്ല അവള് പറഞ്ഞത്. അവൾക്ക് ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി ഇടണമെന്നാ. അത് ഫോണിൽ ഇപ്പൊ ഉള്ള ഒരു ആപ്പാണ് ഉമ്മച്ചേ. ഇപ്പൊ ഉള്ള ആൾക്കാരെ രാവിലെ എണീച്ചിട്ട് പല്ലേക്കുന്നതും കുളിക്കുന്നതും ചായ കുടിക്കുന്നതും ഒക്കെ അതിൽ പോസ്റ്റ് ചെയ്യും. അതിനാണ് ഈ സ്റ്റോറി ഇടലേന്ന് പറയല്. ഓരോരോ കാര്യങ്ങളെ, കാലം പോയൊരു പോക്കേ. നമ്മളൊരു കാര്യം പറഞ്ഞ നിങ്ങൾ കേക്കോ? എന്താണ് ഉസ്മാനെ, ഇജ്ജ് പറ. ആ മല കണ്ടോ? ഞമ്മക്ക് ആ മലയുടെ മുകളിലേക്ക് പോകണമായിരുന്നു. എന്തോന്ന്, ആ മലയുടെ മുകളിലേക്കോ? അനക്കെന്താ പിരാന്ത് പിടിച്ചോ? ഏതാ ആ മലയുടെ മുകളിൽ എങ്ങനെ പോകാനാണ്? അത് എത്ര ദൂരത്തുള്ള മലയാണെന്ന് എനിക്കറിയാമോ? ഇവിടെ നിന്ന് നോക്കുമ്പോൾ അത് അടുത്തല്ലേ ഉള്ളത്. എടാ മണ്ട, അത് ദൂരേന്ന് നോക്കുമ്പോ അടുത്തായിട്ട് തോന്നുകയാ. അതങ്ങ് ദൂരെയാ ഉള്ളത്. ആ, അല്ലേലും മോനെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അന്റെ ബുദ്ധിയല്ലേ ഓനിക്കുള്ളത്. എടാ ഉസ്മാനെ, ഇജ്ജ് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ആഗ്രഹിക്കണ്ട കേട്ടോ. ഇങ്ങ് താഴത്തുള്ള കാഴ്ചകളൊക്കെ കണ്ടാ മതി. അങ്ങ് മലയുടെ മുകളിൽ മാറ്റിന്റെ മുകളിലൊന്നും നീ ഇപ്പൊ കയറാൻ നിൽക്കണ്ട. സാരില്ലടി, ഓനോന്റെ ഒരു ആഗ്രഹം പറഞ്ഞതല്ലേ, നീ അത് വിട്ടുകളാ. ആ, ഇമാതിരി ആഗ്രഹങ്ങളാണെങ്കിലേ എവിടേക്കും പോകത്തുണ്ടാവില്ല. എന്തോ നടി കൊന്തം വലിച്ച് നിന്ന് വിളിക്കണത്? അവളുടെ അനക്ക് നമ്മൾ കാണിച്ചു തരാം, നോക്കിക്കോ. ഇവിടുന്ന് പോകുന്നതിന് മുമ്പേ അനക്ക് നമ്മളൊരു മുട്ടൻ പണി തരും. പിന്നെ നീങ്ങി വന്നേച്ചാലും മതി. അമ്മ, ഞങ്ങളുടെ ഫോട്ടോ എടുത്ത് താ അമ്മ. ഹോ എന്റെ പൊന്നോ, എടുത്ത് തരാമേ. ഒന്ന് നേരെ നിക്ക് നിങ്ങൾ. ശരി, ദാ ഞങ്ങൾ നിന്നു. ഇനി വേഗം എടുത്ത ഫോട്ടോ. അതെന്താ ഉസ്മാനെ, നീ നിക്കണില്ലേ ഫോട്ടോയില്? വേണ്ട, നമ്മുടെ ഫോട്ടോ എടുക്കണ്ട. അയ്യോ, അത് പറഞ്ഞാ പറ്റത്തില്ല. നിങ്ങൾ 4 പേര് നിക്ക്. 4 പേരുടെ ഫോട്ടോ ഞാൻ എടുത്തു തരാം. ഏടാ, നീയും പോയി അവിടെ നിക്ക്. ഓനിക്ക് മലമുകളിൽ കയറാൻ പറ്റാത്തതിന്റെ ദേഷ്യ. ആരാ പറഞ്ഞ അഞ്ഞോട് നമുക്ക് മലമുകളിൽ കയറാൻ പറ്റാത്തതിന്റെ ദേഷ്യാണെന്ന്? ഞമ്മക്കതൊന്നല്ല. പിന്നെ നീ എന്താ ഫോട്ടോയിൽ നിൽക്കാത്തത്? അത് ഞമ്മക്ക് സൗകര്യമില്ലേറ്റ്. അനക്കെന്താ? എടാ ഉസ്മാനെ, മര്യാദയ്ക്ക് എന്നോട് ഫോട്ടോയിൽ നിൽക്കാൻ പറഞ്ഞത്. മനുഷ്യൻ ഇവിടെ തണുത്ത് ബേർച്ചിട്ട് വയ്യ. ഇങ്ങടെ ഫോട്ടോ എടുക്കൽ കഴിഞ്ഞിട്ട് വേണം വേഗം തണുപ്പില്ലാത്ത വേറെ അടുത്തേക്കെങ്കിലും പോകാനേ. ഷോ, ഈ ഇമ്മച്ചിയെ മൂന്നാറിലേക്ക് കൂട്ടണ്ടായിരുന്നു. ഏടാ, ഒന്ന് വേഗം നിക്കടാ, ഒരു ഫോട്ടോ എടുക്കട്ടെ. ആ, സുമയാന്റി പറഞ്ഞോണ്ട് മാത്രം നമ്മൾ നിൽക്കാം. വേഗം എടുത്ത ഫോട്ടോ. ആ, എല്ലാരും ഒന്ന് ചിരിച്ചേ. എടാ ഉസ്മാൻ, ഒന്ന് ചിരിയടാ. ഹോ, ഈ
ചെയ്താനെ കൊണ്ട് വലിയ ശല്യമല്ലോ. എടാ എന്റെ മോന്ത എന്താടി ഇങ്ങനെ? ചിരിക്കടാ, ചിരിക്കി. എടാ എന്നോടല്ലേ പറഞ്ഞ ചെയ്താനെ ചിരിക്കാൻ? ചിരിക്കടാ, ചിരിക്കി. ഓ ഈ ബെല്ലിമാനം കൊണ്ട് വലിയ സൗകര്യപ്പാടായല്ലോ. ദാ നമ്മൾ ചിരിച്ചു. ഇനി ബാഗ് എടുത്ത ഫോട്ടോ. എടി പിങ്കി മോളെ, നീ എന്തിനാണ് ഇങ്ങനെ വിളിക്കണത്? എടി പിങ്കി മോളെ, നീ ഇങ്ങനെ വിളിച്ചാലേ ആ ക്യാമറയുടെ ഗ്ലാസ് പൊട്ടും. അന്റെ പല്ല ഗ്ലാസിന് കുത്തിയിട്ട് ഇപ്പൊ ആരും ഫോട്ടോ എടുക്കലുണ്ടാവത്തില്ല. ഓ വലിയ കാര്യം തന്നെ, നിന്നോട് ആരും ചോദിച്ചില്ല. എന്റെ പല്ലാണെങ്കിലേ നിന്റെ നാവ് അതിന് പോയി കുത്ത. എന്റെ പല്ലിനേക്കാളും നീട്ടുണ്ട് നിന്റെ നാവിന്. ഓ പിന്നെ പിന്നെ പറയോ വേണ്ട. ഒന്ന് മിണ്ടാതെ ഇങ്ങോട്ട് നോക്കുന്നുണ്ടോ? പിന്നെ ഞാൻ ഫോട്ടോ എടുക്കത്തില്ല കേട്ടോ. ഇവർ രണ്ടുപേരും കൊണ്ട് വലിയ ശല്യമല്ലോ. ഞങ്ങൾ കുറെ നേരമായി ചിരിച്ചു പിടിച്ച് നിൽക്കുന്നു. ഒന്ന് വേഗം അങ്ങോട്ട് നോക്ക്. ചേച്ചി ചേച്ചി ഞങ്ങളുടെ വായി കടയുന്നു. ഇപ്പോഴാ ഒന്ന് സെറ്റ് ആയത്. ഇനി എല്ലാരും ഈ ക്യാമറയിലേക്ക് തന്നെ ഒന്ന് നോക്കിയേ. ഫോട്ടോ എടുക്കാണേ, ഫോട്ടോ എടുക്കാണേ. ഓക്കെ, സൂപ്പർ ആയിട്ടുണ്ട്. അമ്മ അമ്മ ആ എടുത്ത ഫോട്ടോ ഒന്ന് കാണിച്ചു തരുമോ? അയ്യോ ഇപ്പൊ കാണണ്ട മക്കളെ, നമുക്ക് ഇതൊക്കെ വീട്ടിലെത്തിയിട്ട് കാണാം. ശരി, ഇനി നമ്മൾ എവിടേക്കാ പോകണത്? എടി സുമേ, ഇജ്ജൊന്ന് നമ്മളൊരു ഫോട്ടോ എടുത്തേ. ഇങ്ങോട്ടേക്ക് നീ നിൽക്ക് പാത്തുമ്മ, ഇവിടെ നിന്ന് എടുക്കാം. ഇവിടെ ആവുമ്പോഴേ നമുക്ക് ആ മല മുഴുവൻ കിട്ടും. ശരി, നമ്മൾ ഈ തൊപ്പിയെ അതിൽ മര്യാദയ്ക്ക് കിട്ടണം കേട്ടോ. അതൊക്കെ കിട്ടും പാത്തുമ്മ, നിങ്ങൾ ചിരിച്ചു നിന്നോ. എടി കിട്ടുന്നുണ്ടോ? ഫോട്ടോയിൽ നമ്മളെ കിട്ടുന്നുണ്ടോ? ഉണ്ട് ഉമ്മച്ചിയെ, ഓൾ എടുക്കല്ലേ, നിങ്ങളൊന്നും മുണ്ടാതിരി. ആ പാത്തുമ്മ ചിരിച്ചോ ചിരിച്ചോ, ഇതാ ഫോട്ടോ എടുക്കാണേ. എടുത്തു പാത്തുമ്മ. എന്നാലേ ഇനി ഇങ്ങനെ എടുത്തോ. അങ്ങനെ എടുത്തു. എന്നാലേ ഇനി വേറെ മോഡലിൽ എടുത്തോ. വല്യമ്മ ഓവറാക്കല്ലേ, മതി ഫോട്ടോ എടുത്തത്. ഏടാ എന്റെ ഫോട്ടോ എടുത്ത മതിയായിട്ടില്ല, എനിക്ക് ഇനിയും ഫോട്ടോ എടുക്കണം. മതി മതി, നിങ്ങൾ 2-3 ഫോട്ടോ എടുത്തില്ലേ, അത്ര മതി. ഞങ്ങളുടെ ആകെ ഒരു ഫോട്ടോ എടുത്തിട്ടുള്ളൂ. ഇത്ര മതിയോ? ഇനി 2-3 കൂടെ എടുക്കാമായിരുന്നു. ഇപ്പൊ അത്ര മതി, നിങ്ങൾ ഇങ്ങോട്ട് വരി. ഇനി നമുക്ക് പോകാം. ആയിട്ടില്ലടാ, പോകാനായിട്ടില്ല. ഞങ്ങളുടെ ഒരു ഫോട്ടോ എടുത്തില്ലല്ലോ. ഇനി ഞങ്ങളുടെ 3 പേരുടെയും ഒരു ഫോട്ടോ എടുത്തതാ. മതി മതി, ഇങ്ങടൊക്കെ ഫോട്ടോ എടുത്തിട്ടേ ഇപ്പൊ ഇവിടെ ആര് കാണാനാ? അത്രയൊക്കെ മതി, ഇവിടൊക്കെ നല്ല തണുപ്പുണ്ട്. നമുക്ക് വേഗം തിരിച്ചു പോകാം. കൊള്ളാലോ ഐഡിയ. അതെ അതെ, നിങ്ങളൊക്കെ ഫോട്ടോ എടുത്തു. ഞങ്ങളുടെ ഒരു ഫോട്ടോ എടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് തണുപ്പ് അല്ലേ? കുട്ടികളെ നടക്ക്, ഇനി നമുക്ക് അപ്പത്തെ സ്ഥലം പോയി കാണാം. എടി സുമേ, ഇവിടെയൊക്കെ ഷോപ്പിങ്ങിന് എന്തോരം സാധനങ്ങളാ ഉള്ളത്. ശരിയാടി, അതും എന്ത് ഭംഗിയുള്ള സാധനങ്ങളാ ഉള്ളത്. അല്ല പാത്തുമ്മേ, സൈന്യ ഉസ്മാനൊക്കെ എവിടെ? അവരൊക്കെ ദേ ആ സൈഡിലുണ്ട്. അവിടെ നിന്നും അവരെന്ത് ചെയ്യുകയാ? അത് പാത്തുമ്മക്ക് എന്തൊക്കെയോ പർച്ചേസ് ചെയ്യാനുണ്ട്, അതും നോക്കി നിൽക്കുകയാ അവരവിടെ. മമ്മി മമ്മി നോക്ക് മമ്മി, ഇവിടൊക്കെ എന്തോരം ഡ്രസ്സുകളാ ഉള്ളത്. അതും നല്ല ഭംഗിയുള്ള ഡ്രസ്സ്. പ്ലീസ് മമ്മി, എനിക്കും ഒരു കൂട്ടം ഡ്രസ്സ് വാങ്ങിച്ചു തരുമോ? എന്തോന്ന് ഡ്രസ്സ് വാങ്ങിക്കാനോ? മിണ്ടാതിരി പെണ്ണെ, ഇവിടൊക്കെ നല്ല റേറ്റ് ആയിരിക്കും. പ്ലീസ് മമ്മി, ഒരു കൂട്ടം ഡ്രസ്സ് മാത്രം മതി. നിന്നോടാ മിണ്ടാതിരിക്കാൻ പറഞ്ഞത്. ഇപ്പൊ അടുത്തല്ലേ ഒരു കൂട്ടം ഡ്രസ്സ് എടുത്തത്, നിനക്കിത് തന്നെയാണോ പണി? എനിക്ക് വേണം, എനിക്ക് ഡ്രസ്സ് വേണം. എന്റെ കൂട്ടുകാരെല്ലാം ടൂർ വന്ന് ഡ്രസ്സും ബാഗും തൊപ്പിയും ഒക്കെ വാങ്ങാറുണ്ട്, എനിക്കും വേണം. മിണ്ടാതിരിക്കാനാ പറഞ്ഞത് നിന്നോട്. അവളുടെ ഒരു കരച്ചിലി. പ്ലീസ് മമ്മി, ഒരു കൂട്ടം ഡ്രസ്സ് മാത്രമല്ലേ ഞാൻ ചോദിച്ചുള്ളൂ. അമ്മ, അവൾക്ക് ഡ്രസ്സ് വാങ്ങിക്കുന്നുണ്ടെങ്കിലേ എനിക്കും ഒരു കൂട്ടം ഡ്രസ്സ് വേണം. അയ്യോ, കൊച്ചമ്പ്രാട്ടിക്ക് ഡ്രസ്സ് മാത്രം മതിയോ? ഡ്രസ്സ് മാത്രമാക്കണ്ടടി, ചെരുപ്പും ബാഗും ഒക്കെ വാങ്ങിച്ചു തരാം. മിണ്ടാതിരിക്കാനാ പറഞ്ഞത്. ഇവിടെ നിങ്ങളെ കൊണ്ടുവന്നത് പർച്ചേസ് ചെയ്യാനല്ല, ഇതൊക്കെ കാണിച്ചു തരാനാ. അയ്യോ പാവം, 2 പേര് ശശിയായി. മമ്മി പോകാതെ മമ്മി, എനിക്കിത് വാങ്ങിച്ചു താ മമ്മി. ആ സൈഡിൽ നല്ല ഉടുപ്പുകളുണ്ട്, എനിക്ക് ഒരെണ്ണം വാങ്ങിച്ചു താ മമ്മി. എടി സുമേ, ഇതിങ്ങളെയും കൂട്ടി വന്നത് നമ്മുടെ തെറ്റി. വെക്കേഷനല്ലേ, എവിടെയും കൊണ്ടുപോയില്ലാലോ എന്ന പരാതി വേണ്ടാന്ന് വെച്ചിട്ടാ ഇവരെയും കൂട്ടി നമ്മൾ ഇങ്ങ് മൂന്നാറിലേക്ക് വന്നത്. അപ്പൊ അവർക്ക് ഇവിടെയുള്ള സ്ഥലങ്ങളൊന്നും കണ്ടാ പോരാ, സാധനങ്ങളൊക്കെ വാങ്ങിക്കണം. അതെ കമലെ, നല്ല പേട കൊള്ളാങ്ങിട്ടാ കുട്ടിയൊക്കെ. ഡി പിഞ്ഞുമോളെ, മര്യാദയ്ക്ക് നിന്നോട് ഇങ്ങോട്ടേക്ക് വരാനാ പറഞ്ഞത്. ഇവിടെയുള്ള സ്ഥലങ്ങളൊന്നും നമ്മൾ മുഴുവൻ കണ്ടു കഴിഞ്ഞില്ലല്ലോ, നമുക്കതൊക്കെ കാണാം. വേണ്ട, എനിക്കൊന്നും കാണണ്ട, ഞാൻ എവിടെയും വരില്ല. എനിക്കിതൊക്കെ വേണം. എനിക്ക് വാങ്ങിച്ചു തന്നിട്ടില്ലെങ്കിൽ ഞാൻ ഇവിടെ തന്നെ നിൽക്കും. അത്രക്ക് വാശിയാണോ? എങ്കിൽ നീ ഇവിടെ തന്നെ നിൽക്കത്തേ ഉണ്ടാകൂ. ഞങ്ങൾ പോവുകയാണ്. മമ്മി എന്തോന്ന് കമ്മീന്ന്? ദേ നോക്ക്, ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. എന്റെ കയ്യിൽ നിന്ന് നല്ല പിടകൊള്ളും കേട്ടോ. പിന്നെ നിന്റെ ഈ കരച്ചിലേ വെറുതെ ആവത്തില്ല, നല്ല അടി കൊണ്ടിട്ടുള്ള കരച്ചിലായിരിക്കും.
നിർത്താൻ നിന്നോടാ പറഞ്ഞത്, കരച്ചിൽ നിർത്താൻ. എടി പിങ്കി മോളെ, വെറുതെ നിന്ന് കഴിഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും ഒന്നും വാങ്ങിച്ചു തരാൻ പോകുന്നില്ല. നീ പോടി കൊന്തം വലിച്ചി. നീ എന്തിനാടി എന്നോട് ചൂടാവണത്? എന്ത് കേട്ടാലും നീ എന്തിനാടി ഇങ്ങനെ വിളിക്കാൻ നിൽക്കണത്? ഞാൻ സാധനം വാങ്ങുകയോ വാങ്ങാതിരിക്കുകയോ എന്തെങ്കിലും ചെയ്യും. നിന്നോട് ചോദിച്ചിട്ടില്ലല്ലോ. എന്റെ പൊന്നോ, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. നീ വെറുതെ എന്നോട് ചൂടാവാൻ നിൽക്കണ്ട. മമ്മി, മര്യാദയ്ക്ക് ഞാൻ ചോദിക്കുകയാ, എനിക്ക് ഡ്രസ്സ് വാങ്ങിച്ചു തരുന്നുണ്ടോ ഇല്ലയോ? ആഹാ, മര്യാദയ്ക്കാ ഞാൻ നിന്നോട് പറഞ്ഞത്. നിനക്ക് ഡ്രസ്സ് വാങ്ങിച്ചു തരുന്നില്ല തരുന്നില്ല തരുന്നില്ല. വേണമെങ്കിൽ വല്ല ക്ലിപ്പോ വളയോ മാലയോ അങ്ങനെ എന്തെങ്കിലും വാങ്ങിച്ചോ. അല്ലാതെ ഡ്രസ്സ് ഇപ്പൊ ഞാൻ വാങ്ങിക്കുന്നേ ഇല്ല. ഓഹോ, അപ്പൊ ഉറപ്പിച്ചതാ അല്ലേ? അതെ, ഉറപ്പിച്ചതാ. ശരി, എങ്കിൽ വളയോ മാലയായിട്ടും വാങ്ങിക്കാം. ഷോ, കരഞ്ഞാൽ ഒരു കൂട്ടം ഡ്രസ്സ് കിട്ടുമെന്ന് വിചാരിച്ചു. അത് വെറുതെ ആയി. ആ, അങ്ങനെ മര്യാദയ്ക്ക് വാ. ഇവിടൊക്കെ ഡിസ്പ്ലേക്ക് ഒരുപാട് സാധനങ്ങൾ ഇട്ടിട്ടുണ്ട്. നമ്മൾ ഇതൊക്കെ കാണാൻ വന്നതാണ്, അല്ലാതെ ഒന്നും പർച്ചേസ് ചെയ്യാൻ വന്നതല്ല. ഇതൊക്കെ നിങ്ങളോട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ പറഞ്ഞതല്ലേ. അതുകൊണ്ട് അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ഒക്കെ കണ്ട് ആസ്വദിച്ചോ, ഒന്നും വാങ്ങിച്ചു തരത്തില്ല. കമല പറഞ്ഞത് മനസ്സിലായല്ലോ. ഇത് ടൂറിസ്റ്റ് സ്ഥലമാണ്, ഇവിടെ സാധനങ്ങൾക്കൊക്കെ നല്ല റേറ്റ് ആയിരിക്കും. അതുകൊണ്ട് ഇതൊന്നും വാങ്ങിക്കാനേ നിങ്ങൾ ആഗ്രഹിക്കണ്ട, ഒക്കെ കണ്ട് ആസ്വദിച്ചോളൂ. ശരിയമ്മ. ശരി, എങ്കിൽ വാ, നമുക്ക് ആ സൈഡിൽ പോകാം. അവിടെ എന്തൊക്കെയോ കാണാനുണ്ട്. എടി കമലേ, നിനക്ക് എന്തെങ്കിലും വാങ്ങിക്കാനുണ്ടോ? അയ്യോ എന്റെ പൊന്നോ, ഞാൻ ഇവിടെ നിന്നും ഒന്നും വാങ്ങിക്കുന്നില്ല. ആ സൈഡിൽ ഞാനൊരു ചട്ടി കണ്ടു, നല്ല ഭംഗിയുള്ള ചട്ടി. എനിക്ക് ആ ചട്ടി വാങ്ങണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിന്റെ റേറ്റ് ചോദിച്ചപ്പോഴോ അതിനെത്രയാ 300 രൂപ അങ്ങനെ അവർ പറഞ്ഞത്. സാധാരണ നമ്മുടെ നാട്ടിൽ 100 രൂപക്ക് 120 രൂപക്കൊക്കെ കിട്ടുന്ന സാധനമാ അത്. നല്ല റേറ്റാണ് ഇവിടെയൊക്കെ സാധനത്തിന്. അല്ലെങ്കിൽ മമ്മി ഒരു സാധനവും വാങ്ങിക്കണ്ട. എനിക്കൊരു ഡ്രസ്സ് വാങ്ങിച്ചു തരാണ്ടേ മമ്മി ഒന്നും വാങ്ങാൻ ഞാൻ വിടത്തില്ല. അതിന് ഞാനൊന്നും വാങ്ങിക്കുന്നില്ലല്ലോ. വാങ്ങിക്കാതിരുന്നാ മമ്മിക്ക് നല്ലത്, വാങ്ങിച്ചാൽ എനിക്ക് വേണ്ടി വരും. ഈ പെണ്ണിന്റെ ഒരു കാര്യം, ഞാൻ എന്തായാലും ഒന്നും വാങ്ങിക്കുന്നില്ല, അതോർത്ത് നീ വിഷമിക്കണ്ട. വാ, നമുക്ക് ആ സൈഡിൽ ചെന്ന് നോക്കാം. എന്താണ് ഉസ്മാനെ? നമുക്ക് സാധനം വാങ്ങിച്ചേരാം. എന്ത് സാധനം എനിക്ക് വേണ്ടത്? അത് പിന്നെ ആ സൈഡിലില്ലേ ഒരു തൊപ്പിക്കടയുണ്ട്, അവിടെ നിന്ന് നമുക്ക് ഒരു തൊപ്പി വാങ്ങിച്ചു തരുമോ? തൊപ്പിയോ? അതെന്തിനാടാ എനിക്കിപ്പോ തൊപ്പി? നമുക്ക് വേണം അമ്മച്ചിയെ, നല്ല രസാ തൊപ്പി ഉണ്ട് അവിടെ, ഒന്ന് വാങ്ങിച്ചു തരുമോ? വേണ്ട വേണ്ട, ഇപ്പൊ അതൊന്നും വാങ്ങിക്കണ്ട, ഇവിടെയൊക്കെ സാധനത്തിന് നല്ല കാശായിരിക്കും. അമ്മച്ചിയെ, ഒരു തൊപ്പിയല്ലേ ചോദിച്ചുള്ളൂ, എന്താണ് അമ്മച്ചി ഇത്? ഒരു തൊപ്പി വാങ്ങിച്ചു തന്നൂടെ? ഏടാ ഉസ്മാനെ, തൊപ്പിയൊന്നും ഇവിടെ നിന്ന് വാങ്ങിക്കണ്ട, നമുക്ക് അതൊക്കെ നാട്ടിൽ നിന്ന് വാങ്ങിക്കാം. നാട്ടിലുള്ളതിനേക്കാളും ഇരട്ടി വിലയായിരിക്കും ഇവിടെയൊക്കെ. അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല, നമുക്കൊരു തൊപ്പി വേണം വേണം വേണം. നാട്ടിലെത്തിയിട്ടേ നമ്മൾ ചങ്ങായിമാരൊക്കെ നമ്മളോട് ചോദിക്കും, ടൂർ പോയിട്ട് ഇജ്ജെന്താടാ വാങ്ങിച്ചതേ എന്ന്. അപ്പൊ അവർക്കൊക്കെ കാണിച്ചു കൊടുക്കാനാ നമുക്കൊരു തൊപ്പി നിർബന്ധ വാങ്ങിക്കൽ. എന്തോ നാടി ഇവിടെ ഒരു തർക്കം? അതില്ലുമ്മ, ഓനിക്ക് ഒരു തൊപ്പി വേണം പോലും. തൊപ്പിയോ? എന്ത് തൊപ്പി? എന്തോന്ന് വല്യമ്മങ്ങളെ, എന്ത് തൊപ്പിനോ? തലയിൽ വെക്കണ തൊപ്പി തന്നെ. ഞമ്മക്ക് തലയിൽ വെക്കണ ഒരു തൊപ്പി വേണം, അതാ പറഞ്ഞത്. എന്നിട്ട് ഇജ്ജത് വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞോ? ഹേയ് ഇല്ലുമ്മ, ഞമ്മളൊന്നും പറഞ്ഞിട്ടില്ല. ഞമ്മള് പറഞ്ഞതേ ഇവിടൊക്കെ അതിന് നല്ല റേറ്റ് ആയിരിക്കുമെന്നാ. നാട്ടിലുള്ളതിനേക്കാൾ ഇരട്ടി വിലയായിരിക്കും ഇവിടെ. ഓനോട് ഞാൻ പറഞ്ഞതേ നാട്ടിലെത്തിയിട്ട് അവിടെ നിന്ന് വാങ്ങിച്ചു തരാന്നാ. അങ്ങനെയൊക്കെ വാങ്ങിച്ചാ മതി, അല്ലാതെ ഇവിടെ നിന്നൊന്നും വാങ്ങിക്കണ്ട. വല്യമ്മ, ഇങ്ങനെ വാങ്ങിച്ചു തരണ്ട, ഞമ്മക്ക് ഉമ്മച്ചി വാങ്ങിച്ചു തന്നോളൂ. ഞാനേ ഉമ്മച്ചിയോടെ വാങ്ങിച്ചു തരുമെന്ന് ചോദിച്ചത്, അല്ലാണ്ട് ഇങ്ങളോടല്ല. ഏടാ ഉസ്മാനെ, നീ ഒന്ന് മിണ്ടാതിരി. ഏടാ സെയ്താനെ, താർക്കുത്തരം പറയുന്നേടാ. അനക്ക് ഞമ്മള് വച്ചിട്ടുണ്ട്. ഇജ്ജി നമ്മളോട് മുന്നോട്ട് വെക്കാനായോ? എന്റെ ചെവി ഞമ്മളിന്ന് പൊന്നാക്കും. ഇജ്ജി മിണ്ടാതിരിയടി, ഞമ്മക്കറിയാം ഓനെങ്ങനെ ശരിയാക്കണമെന്ന്. ഓന്റെ ഒരു തർക്കുത്തരം പറച്ചൽ. ഇജ്ജൻ തർക്കുത്തരം പറയടാ, തർക്കുത്തരം പറയാ. മൂത്തോരോട് എങ്ങനെ സംസാരിക്കേണ്ടെന്ന് എനിക്ക് അറിയത്തില്ലേ? അല്ലോ ഉമ്മ, ആൾക്കാരൊക്കെ നോക്കണോ, നിങ്ങളൊന്ന് വിടോനെ.
കരച്ചിൽ നിർത്തട, കരച്ചിൽ നിർത്താൻ. അനക്ക് തൊപ്പി വാങ്ങിച്ചു തരുന്നില്ല, ഒരു കുന്തവും വാങ്ങിച്ചു തരുന്നില്ല. അന്നോടാ മിണ്ടാതിരിക്കാൻ പറഞ്ഞത്. ഓന്റെ ഒരു കള്ള കരച്ചില്. എടാ ഉസ്മാനെ, മോൻ കരയണ്ട. കരയാണ്ട് നിക്കണെങ്കിലേ നിങ്ങൾ ഞമ്മക്കൊരു തൊപ്പി വാങ്ങിച്ചു തരണം. എങ്കിലേ കരയാണ്ട് നിക്കൂ. തൊപ്പിയോ? അതെ, തൊപ്പി തന്നെ. ഞമ്മക്ക് തൊപ്പി വേണം. ആ, നീ കരയാതിരിക്ക്, നമ്മൾ നോക്കിയിട്ട് വാങ്ങിച്ചു തരാം. എടാ, അന്നോടല്ലേ പറഞ്ഞ തൊപ്പി വാങ്ങിക്കുന്നില്ല എന്ന്. പിന്നെ നീ എന്തിനാ അത് തന്നെ പറഞ്ഞോണ്ട് നിക്കണത്? സാരയില്ലുമ്മ, ഒരു തൊപ്പി വാങ്ങിച്ചു കൊടുക്കാം. അവിടെങ്ങാൻ വിലക്കുറവിന്റെ തൊപ്പി ഉണ്ടോ എന്ന് നോക്കാം. ഉണ്ടെങ്കിലൊന്ന് വാങ്ങിച്ചു കൊടുക്കാലോ. വിലക്കുറവിന്റെ തൊപ്പിയോ? ഞമ്മക്കതൊന്നും വേണ്ട. ഞമ്മക്ക് നല്ല തൊപ്പി തന്നെ വേണം. വിലക്കുറവിന്റെ തൊപ്പിയൊക്കെ ഈ വല്യമ്മക്ക് വാങ്ങിച്ചു കൊടുക്ക്. വല്യമ്മ വെച്ച് നടന്നോട്ടെ. ഏടാ ഉസ്മാനെ, അതിനൊക്കെ നല്ല റേറ്റ് ആയിരിക്കും. അതൊന്നും പറഞ്ഞാ പറ്റത്തില്ല. ഞമ്മക്ക് എന്തായാലും വാങ്ങിച്ചു തരണം. അനുഭവിച്ചോടി, അനുഭവിച്ചോ. അനക്കിപ്പോ സമാധാനായില്ലേ? നമ്മൾ എന്തോരം സമയമായി ഇവിടെ തന്നെ നിൽക്കുന്നു. അവരൊക്കെ എവിടെ പോയി? അതില്ലേ അമ്മ, അവരൊക്കെ ഓരോരോ പർച്ചേസിലാ ഉള്ളത്. പാത്തുമ്മേ, സൈനമ്മേ, ഉസ്മാനൊക്കെ ദേ ആ സൈഡിലാ ഉള്ളത്. പിങ്കിമോളും കമലാന്റിയും ദേ ഈ സൈഡിലും. അവരൊക്കെ അവിടെ നിന്നും എന്തോന്ന് ചെയ്യുകയാ? നമുക്ക് തിരിച്ച് റൂമിലേക്ക് പോകണ്ടേ? സമയം ഒരുപാട് ലേറ്റ് ആയില്ലേ? നമുക്കൊന്ന് ചെന്ന് നോക്കിയിട്ട് വരാം. അമ്മേ, ദേ കടയിൽ നിറച്ചു പാവകളുണ്ട് അമ്മേ. എനിക്കൊരു പാവക്കുട്ടിയെ വാങ്ങിച്ചു തരുമോ? അയ്യോ, മോൾക്ക് പാവക്കുട്ടിയെ മാത്രം മതിയോ? അമ്മയുടെ കട മൊത്തം വാങ്ങിച്ചു തരാൻ പറയാം. എന്തേ? ദേ കുഞ്ഞാറ്റെ, നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് എന്നെ ചെറിയ വേണ്ട എന്ന്. ഞാൻ അമ്മയോടല്ലേ ചോദിച്ചത്, നിന്നോടല്ലോ. ഇവിടെ അമ്മക്ക് തന്നെ ഒരു സാധനം വാങ്ങിക്കാൻ പൈസ ഇല്ലാണ്ട് നിൽക്കണത്. അപ്പോഴവളുടെ ഒരു പാവക്കുട്ടി. അമ്മേ, ഒരു പാവക്കുട്ടിയെ വാങ്ങിച്ചു തരുമോ പ്ലീസ് അമ്മേ? അയ്യോ, എന്താണ് മക്കളെ ഇത്? റോട്ടിൽ നിന്നാണോ വഴക്ക് കൂടുന്നത്? ഇതാ ഞാൻ പറഞ്ഞത്, ഇവളെയും കുട്ടിയെ സ്ഥലത്ത് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അവൾക്ക് എന്തെങ്കിലും വേണമായിരിക്കും. അതായിരിക്കും നീ വീട്ടിൽ ഇറങ്ങാൻ നോക്കുമ്പോൾ നിനക്ക് മേക്കപ്പ് സെറ്റ് വേണമെന്ന് പറഞ്ഞത് അല്ലേ? ഞാനേ ആവശ്യമുള്ള സാധനത്തിനാ പറഞ്ഞത്, അല്ലാതെ നിന്നെ പോലെ പാവക്കുട്ടിക്കും കീവക്കുട്ടിക്കും ഒന്നുമല്ല. അവളുടെ ഒരു പാവക്കുട്ടി. അമ്മ പ്ലീസ് അമ്മ, ഈ ഒരു പ്രാവശ്യം കൂടെ ഇനി ഒരിക്കലും പറയത്തില്ല. പ്ലീസ് അമ്മ, ഒരു പാവക്കുട്ടിക്ക് മാത്രമല്ലേ ഞാൻ ചോദിച്ചുള്ളൂ. എനിക്ക് വാങ്ങിച്ചു തരുമോ അമ്മ? മക്കളെ, നമ്മളിവിടെ പർച്ചേസിന് വന്നല്ലാന്ന് പറഞ്ഞില്ലേ, പിന്നെന്താ? പർച്ചേസ് ചെയ്യാനുള്ള കാശൊന്നും ഞാൻ കരുതിയില്ല. അതുകൊണ്ട് എന്റെ കയ്യിൽ കാശ് കുറവാണ്. പിന്നെ ഇതൊന്നും വാങ്ങിക്കാൻ പറ്റത്തില്ലല്ലോ. അമ്മ, അവൾ മേക്കപ്പ് സെറ്റിന് പറഞ്ഞല്ലോ, അവൾക്ക് അമ്മ മേക്കപ്പ് സെറ്റ് വാങ്ങിച്ചു കൊടുക്കത്തില്ലേ? എനിക്ക് പാവ വാങ്ങിച്ചു തരാണ്ട് അവൾക്ക് എങ്ങാനും മേക്കപ്പ് സെറ്റ് വാങ്ങിച്ചു കൊടുത്താൽ അമ്മയോട് ഞാൻ പിന്നെ മിണ്ടത്തില്ല. എനിക്ക് കുഞ്ഞാവേ, അത് ഞാൻ എനിക്ക് ആവശ്യമുള്ള സാധനമാണെന്ന് പറഞ്ഞില്ലേ? കണക്കായിപ്പോയി. അമ്മയുടെ കയ്യിൽ കാശില്ലാഞ്ഞിട്ടല്ലേ ഇതൊന്നും വാങ്ങിച്ചു തരാത്തത്. പിന്നെ നിന്റെ മേക്കപ്പ് സെറ്റ് പൊളികൾ കൊടുത്തിട്ടാണ് വാങ്ങിക്കണത്. അയ്യേ, എന്തോന്നിത്? ആ റോഡിൽ നിന്നാണ് തള്ളി പിടിക്കണത്. രണ്ടിനും ഇപ്പൊ എന്റെ കയ്യിൽ നേരപ്പെട്ട കൊള്ളും കേട്ടോ. അമ്മ, ഞാനല്ലല്ലോ, അവളല്ലേ ഓരോന്ന് പറഞ്ഞ് വാശി പിടിക്കണത്. അമ്മ അതിന് എന്നോട് പറയണത് അവളോട് പറ. ഷോ, ഈ പിള്ളേരെയും കൂട്ടിയിട്ട് ടൂറിന് വന്ന് എന്നെ വേണം പറയാൻ. കൊണ്ടുവരണ്ടായിരുന്നു രണ്ടുപേരെയും. നിങ്ങളോട് രണ്ടുപേരും മിണ്ടാതെ ഇങ്ങോട്ടേക്ക് വരാനാ പറഞ്ഞത്. ഒരു പാവക്കുട്ടിയെ വാങ്ങണില്ല, മേക്കപ്പ് സെറ്റും വാങ്ങണില്ല. അപ്പോഴേക്കും ചൊടിച്ചോ? രണ്ടുപേരും ചൊടിച്ചോന്ന്. ഇവിടെ തന്നെ നിന്നോ, രണ്ടുപേരും ഇവിടെ തന്നെ നിന്നോ. ഞാൻ അപ്പുറത്തേക്ക് സൈനയുടെ കവലയുടെ അടുത്തുണ്ടാകും. പരിചയമില്ലാത്ത സ്ഥലമാ. ഇവിടെ നിന്ന് വല്ല കുട്ടികളെ പിടുത്തക്കാരെ വന്ന് നിങ്ങളെ പിടിച്ചാലേ പിന്നെ എന്നോട് പറഞ്ഞിട്ടൊരു കാര്യം ഉണ്ടാവില്ല. അയ്യോ, കുട്ടികളെ പിടുത്തക്കാരോ? അതെ, ഇവിടൊക്കെ നിറയെ കുട്ടികളെ പിടുത്തക്കാരുണ്ട്. അവരുടെ കയ്യിൽ കിട്ടിയാൽ നിങ്ങളെ പിടിച്ചു കൊണ്ടുപോയി നിങ്ങളുടെ കണ്ണും കയ്യും കാലും ഒക്കെ അവർ ചെത്തി ബാഗിലാക്കി കൊണ്ടുപോകും. സത്യമാണ് അമ്മ പറയുന്നത്? എനിക്ക് പേടിയാവണോ? അതെ, ഞാൻ പറയുന്നത് സത്യമാണ്. അമ്മമാർ പറയുന്ന അനുസരിക്കാത്ത കുട്ടികളെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അമ്മ പറയുന്ന അനുസരിക്കാറില്ല, അവളാണ് അമ്മ പറയുന്ന അനുസരിക്കാത്തത്. ഞാനല്ല, നീ തന്നെ അമ്മ പറയുന്ന അനുസരിക്കാത്തത്. അല്ല, നീയാണ് അനുസരിക്കാത്തത്. ഞാനൊക്കെ അനുസരിക്കാറുണ്ട്. നോക്കാം, അവൾ കള പറയണത്. ഞാൻ അമ്മ പറയുന്നതൊക്കെ അനുസരിക്കാറില്ലേ? ഷോ, ഇനിയിപ്പോ ഇതിന് വേണ്ട വഴക്ക്. നിങ്ങൾ നല്ല കുട്ടികളാണെങ്കിലേ നിങ്ങൾ ഒരു കുട്ടികളെ പിടുത്തക്കാരൻ കൊണ്ടുപോകത്തില്ല. ഞാൻ നല്ല കുട്ടിയാണമ്മ. ഞാനും നല്ല കുട്ടിയാണമ്മ. അപ്പൊ നിനക്ക് പാവക്കുട്ടിയെ മേക്കപ്പ് സെറ്റ് ഒന്നും വാങ്ങിക്കണ്ടേ? അയ്യോ, എനിക്കൊന്നും മേക്കപ്പ് സെറ്റ് വേണ്ട. അല്ലെങ്കിൽ മത കെട്ടിപ്പോ എവിടെ പോകാനാ? എനിക്കും പാവക്കുട്ടിയെ വേണ്ട. വീട്ടിൽ ഇഷ്ടം പോലെ പാവക്കുട്ടികളില്ലേ, അത് വെച്ചിട്ട് ഞാൻ കളിച്ചോളാം. അല്ലെങ്കിലും എന്റെ അടുത്തുള്ള പാവക്കുട്ടികളുടെ കൂട്ട് തന്നെ ഇവിടെ ഉള്ളത്. പിന്നെ ഇതിനാ വേറൊരു പാവക്കുട്ടി. അങ്ങനെ നല്ല കുട്ടികളായാലേ നിങ്ങൾക്ക് നല്ലത്. അമ്മ പറഞ്ഞ സത്യമായ കാര്യമാണോ? എന്തോന്നേ? കുട്ടികളെ പിടുത്തക്കാരുള്ള കാര്യം? കുട്ടികളെ പിടുത്തക്കാരെ ഇവിടെ ഒക്കെ ഉണ്ട്. അവരുടെ കയ്യിലെ വലിയൊരു ചാക്കും ഉണ്ടാകും. ആ ചാക്കിലുള്ള കുട്ടികളെ കൊണ്ടുപോകാറ്. എന്നാ നമുക്ക് ഇവിടെ നിൽക്കണ്ടമ്മ, നമുക്ക് അപ്പുറത്തേക്ക് പോകാം. സൈനമ്മയുടെ കമലമ്മയുടെ അടുത്തേക്ക്. അതാ ഞാൻ നിങ്ങളോട് പറഞ്ഞത്. വേഗം വാ, നമുക്ക് അവരുടെ അടുത്തേക്ക് പോകാം. പാവം കുട്ടികളെ, ഞാൻ പറഞ്ഞതൊക്കെ അപ്പടെ വിശ്വസിച്ചു. എന്തായാലും രണ്ടുപേർക്കും എന്തെങ്കിലും ഒന്ന് വാങ്ങിച്ചു കൊടുക്കണം. ടൂർ
പറ്റൂല. അതിനൊന്നും ഈ അമ്മ വിടത്തില്ല കേട്ടോ. അമ്മയില്ല നിങ്ങളുടെ കൂടെ. നിങ്ങൾ പേടിക്കാതെ മുന്നോട്ടേക്ക് നടന്നോ.